രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അവലും കൊണ്ടുള്ള ഉപ്പുമാവ് അല്ലെങ്കിൽ പൊഹ എന്ന് പറയും. പൊഹയാണ് ഉണ്ടാക്കുന്നത്. അപ്പുറത്ത് ചായ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ചായ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കും. അപ്പം കപ്പലണ്ടിന്ന് ഈ പിള്ളേർക്ക് കപ്പലണ്ടി അധികം ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് കപ്പലണ്ടി ഇങ്ങ് മാറ്റിയെടുക്കും. അപ്പം ഞാൻ അതിന് കപ്പലണ്ടിക്ക് ഒരിത്തിരി കളറ് കിട്ടാൻ വേണ്ടി ഞാൻ ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ടാൽ വഴറ്റിയത്. പക്ഷേ അത് അങ്ങനെ ഇടണ്ടായിരുന്നു. മുളക് പൊടിയൊക്കെ ഇച്ചിരി കരിഞ്ഞു പോയി. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ ഇച്ചിരി ഉരുളൻകിഴങ്ങ് ചെറുതായിട്ടരിഞ്ഞ് അതുകൂടെ ഒന്ന് കുറച്ചൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ചായയൊക്കെ റെഡിയായി, അതെല്ലാവർക്കും കൊടുത്തു. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് സവാളയൊക്കെ ഇട്ട് ആദ്യം ഇച്ചിരി ജീരകം കൂടി ഇടുക. എണ്ണ പൊട്ടിച്ചിട്ട് ഇച്ചിരി ജീരകം പൊട്ടിച്ചതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്തത്. എന്നിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നാരങ്ങ നീരും പിഴിഞ്ഞ് ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കുതിർത്ത് വെച്ച് അവലോട് ഇട്ട് കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ കപ്പലണ്ടി ഞാൻ കുറച്ച് ഇതിൻ്റെ അകത്ത് ഇട്ടു. ഞങ്ങൾ കഴിക്കാൻ ആർക്കൊക്കെ കപ്പലണ്ടി ഇഷ്ടമെന്നുള്ള അവരുടെ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കും. പിന്നെ ഇന്നൊരു കൂട്ടാൻ ഉണ്ടാക്കുന്നുണ്ട്. നല്ല അടിപൊളി ഒരു ചപ്പാത്തിക്കൊക്കെ ഉള്ളത്, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്ന ഒരു മസാല കൂട്ടാനാണ്. മിക്സ് വെജിറ്റബിൾ ചേർത്തുള്ള ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ട് അതിലേക്ക് ഇത്തിരി കറിവേപ്പില ഇട്ട് പൊട്ടിച്ചതിന് ശേഷം സവാള ശേഷം അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും. അതിൻ്റെ പച്ചമണം ഒന്ന് പോയപ്പോഴത്തേക്കിന് കുറച്ച് വെജിറ്റബിൾസ് ഇതിൻ്റെ അകത്ത് ക്യാരറ്റുണ്ട്, പിന്നെ ഉരുളൻകിഴങ്ങുണ്ട്, കോളിഫ്ലവർ ഉണ്ട്. കോളിഫ്ലവർ ഞാനൊന്ന് നല്ല ചൂടുവെള്ളത്തിലൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതിൽ വീണ്ടും കഴുകിയിട്ട് ചേർക്കുന്നത്. പിന്നെ കുറച്ച് ബീൻസും ഉണ്ട്. നിങ്ങൾ ഏതൊക്കെ വെജിറ്റബിൾസ് ഉപയോഗിക്കുന്നോ അതൊക്കെ ഉപയോഗിക്കുക. ഇതിൽ ബീൻസൊക്കെ ചേർക്കാം, മട്ടറൊക്കെ. ഇതിലേക്ക് ഒരു ടൊമാറ്റോയുടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതവിടെ കിടന്ന് ഒന്ന് അടച്ചു കൊടുത്തിട്ട് അത് ആവിയിലൊന്ന് വേവട്ടെ. അപ്പോൾ അടിക്ക് പിടിക്കുവാണെങ്കിൽ ഒരു സ്വല്പം വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കണം, ഒത്തിരി ഒഴിച്ച് കൊടുക്കണ്ട. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കിയിട്ട് അതൊന്ന് അടച്ചു കൊടുക്കുക. ആവിയിലൊന്നത് വെന്ത് വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം ഞാനിത് അടപ്പത്ത് വെച്ചിട്ട് പിന്നെ കൊച്ചിന് സ്കൂളിൽ പോകാൻ സമയമായി. അവന് ബോട്ടിലിൽ വെള്ളമൊക്കെ ഒന്ന് നിറച്ചെടുക്കുന്നുണ്ട്. അവൻ്റെ ടിഫിനൊക്കെ ഞാനൊന്ന് റെഡിയാക്കി വെച്ചു. അതിനുശേഷം പിന്നെ ഇത് വീണ്ടും ഞാൻ ഇളക്കി ഒന്ന് നോക്കി. അപ്പോൾ എന്നിട്ട് ഞാൻ വീണ്ടും ചെറിയ തീയിൽ അവിടെ അടച്ചിട്ടിട്ടുണ്ട്. കുറച്ച് മീനുണ്ടായിരുന്നു, അതൊന്ന് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ക്യാനൊക്കെ കഴുകി അതിൻ്റെ അകത്ത് വെള്ളം കുടിക്കാൻ വെക്കണം, പിന്നെ തിളപ്പിക്കാനായിട്ട് വെള്ളം വെക്കണം. അതൊക്കെ ഒന്ന് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ക്യാനെല്ലാം ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വെള്ളവും നിറച്ച് വെച്ച് പിന്നെ വെള്ളം കുടിക്കാനായിട്ടും വെച്ച് അപ്പോഴത്തേക്കിന് ഇതൊന്ന് വെന്തിട്ടുണ്ട്. ഉരുളൻകിഴങ്ങൊക്കെ നന്നായി വെന്തു. ഇച്ചിരി ലാസ്റ്റ് ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. അപ്പോൾ മീനെല്ലാം ക്ലീൻ ചെയ്തെടുത്ത് അതിലേക്ക് പിന്നെ കറി വയ്ക്കാനായിട്ട് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ഇത്തിരി കടുക് ഇട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് വഴറ്റി പിന്നെ പുളിയൊക്കെ ചേർത്ത് അരപ്പിനാവശ്യമായ വെള്ളമൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മീൻ അതിൽ പറക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവപ്പൊടിയും ചേർത്ത് അതവിടെ കിടന്ന് തിളച്ച് വേവട്ടെ.